2021 ഞാൻ എത്തിയ ലോകത്തിലെ അത്ഭുതകരമായ നഗരങ്ങളിലൊന്നായ മോസ്കോ. ചരിത്രവും മഹത്വവും കലർന്ന ഈ നഗരത്തിന്റെ വഴികളിലൂടെ ഒരു അമൂല്യമായ യാത്ര. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. മോസ്കോയെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ. മോസ്കോ നഗരത്തിലെ എൻ്റെ താമസം വളരെ സുഖകരമായിരുന്നു. ഞാൻ താമസിച്ചത് പ്രശസ്തമായ ഹോളിഡേ ഇൻ എന്ന ഹോട്ടലിലാണ്. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഹോളിഡേ ഇൻ സിംഗ്ലയിലെ ഈ ഹോട്ടൽ യാത്രക്കാരെ മികച്ച സൗകര്യങ്ങളോടും ആത്മാർത്ഥമായ സേവനത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. വിശാലവും സുഖകരവുമായ മുറികൾ, മനോഹരമായ നഗരദൃശ്യം, യാത്രയുടെ ക്ഷീണം അകറ്റാൻ സഹായിക്കുന്ന ഒരു ശാന്തമായ അന്തരീക്ഷം. മോസ്കോയിലെ എൻ്റെ ദിവസങ്ങളെ കൂടുതൽ മനോഹരമാക്കിയതും ഈ ഹോട്ടൽ തന്നെയായിരുന്നു. തിരക്കേറിയ നഗര ജീവിതത്തിനിടയിൽ ഇവിടെ കിട്ടുന്ന ശാന്തമായ വിശ്രമം ഒരു യാത്രികന് വലിയ അനുഭവമാണ്. ഇത് റഷ്യയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന മഹത്തായ ഒരു നഗരം മോസ്കോ. യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായ ഈ നഗരത്തിൽ ദിവസേന ലക്ഷക്കണക്കിന് ആളുകൾ ആണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മോസ്കോ നഗരത്തിലെ ഒരു സാധാരണ തിരക്കേറിയ റോഡിൻ്റെ ദൃശ്യം മാത്രമാണ്. വലിയ കെട്ടിടങ്ങളും നീണ്ട റോഡുകളും നിറഞ്ഞ ഈ നഗരത്തിൽ ട്രാഫിക് പല സമയങ്ങളിലും ഇങ്ങനെ തിരക്കേറിയതാകാറുണ്ട്. ടാക്സികൾ, സ്വകാര്യ കാറുകൾ, ബസ്സുകൾ, ട്രക്കുകൾ എല്ലാം ഒരേ ദിശയിൽ സാവകാശമായി നീങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ സംവിധാനമായ മോസ്കോ മെട്രോ ഇവിടെ ഉണ്ടെങ്കിലും നഗരത്തിൻ്റെ വിശാലത കാരണം റോഡുകളിൽ വാഹനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. മോസ്കോ നഗരം വെറും ഒരു തലസ്ഥാന നഗരമല്ല, ഇത് റഷ്യയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ചരിത്രം നിറഞ്ഞ തെരുവുകളും ആധുനിക നഗര ജീവിതവും ഇവിടെ ഒത്തുചേരുന്ന ഒരു പ്രത്യേക അനുഭവമാണ് യാത്രക്കാർക്ക് നൽകുന്നത്. ഇങ്ങനെ തിരക്കേറിയ ഈ നഗരവീഥികളിലൂടെ സാവകാശം മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു വലിയ നഗരത്തിൻ്റെ ദൈനംദിന ജീവിതം നമുക്ക് അടുത്തറിയാൻ കഴിയുന്നു. മോസ്കോയുടെ ഈ സാധാരണ റോഡ് യാത്ര പോലും ഈ മഹാനഗരത്തിൻ്റെ വലിപ്പവും ഊർജ്ജവും നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. നഗരത്തിൻ്റെ ഈ തിരക്കേറിയ വഴികളിലൂടെ യാത്ര ചെയ്ത ശേഷം ഞാൻ എത്തിച്ചേർന്നത് മനോഹരമായ മോസ്കോവ റിവർ എന്ന നദിക്കരയിലേക്കാണ്. മോസ്കോ നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ശാന്തമായി ഒഴുകുന്ന ഈ നദി നഗരത്തെ മറ്റൊരു കോണിൽ നിന്ന് കാണാൻ അവസരം നൽകുന്നു. ഇവിടെ നിന്നാണ് എൻ്റെ ബോട്ട് യാത്ര ആരംഭിച്ചത്. നദിയുടെ മൃദുലമായ തിരകളിലൂടെ ബോട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇരുവശങ്ങളിലും ഉയർന്ന കെട്ടിടങ്ങളും പഴയ ചരിത്ര സ്മാരകങ്ങളും മനോഹരമായി തെളിഞ്ഞു കാണാൻ സാധിച്ചു. ഈ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മഹത്തായ നഗരമായ മോസ്കോ തൻ്റെ സൗന്ദര്യം പതുക്കെ തുറന്നു കാണിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ശാന്തമായ കാറ്റും നദിയുടെ തിരകളും നഗരത്തിൻ്റെ അതുല്യ ദൃശ്യങ്ങളും ചേർന്ന് ഈ ബോട്ട് യാത്രയെ മോസ്കോയിലെ ഏറ്റവും ഓർമ്മിപ്പിക്കുന്ന അനുഭവങ്ങൾ ഒന്നായി മാറ്റുന്നു. നദിയിലൂടെ ബോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നിരവധി മനോഹരങ്ങളായ പാലങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പാലങ്ങൾ വെറും ഗതാഗതത്തിനുള്ള വഴികൾ മാത്രമല്ല, മോസ്കോ നഗരത്തിൻ്റെ ആർക്കിടെക്ചറിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമാണ്. ഓരോ പാലത്തിനും സ്വന്തം രൂപകൽപ്പനയും കഥകളും പറയാനുണ്ട്. രാത്രികാലങ്ങളിൽ ഈ പാലങ്ങൾ പ്രകാശത്തോടെ തിളങ്ങുമ്പോൾ നദിയും പാലങ്ങളും ചേർന്ന് മോസ്കോ നഗരത്തിന് ഒരു വലിയ അമൂല്യമായ സൗന്ദര്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോസ്കോ സന്ദർശിക്കുന്ന യാത്രക്കാർക്ക് ഈ നദിയുടെയുള്ള ഈ ബോട്ട് യാത്ര ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറിയിരിക്കും. ഏകദേശം 500 കിലോമീറ്ററോളം നീളമുള്ള ഈ നദിയാണ് മോസ്കോ നഗരത്തിൻ്റെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും വലിയ പങ്ക് വഹിച്ചിരുന്നത്. നൂറ്റാണ്ടുകളായി ഈ നദി വ്യാപാരത്തിനും ഗതാഗതത്തിനും പ്രധാന വഴിയായി ഉപയോഗിക്കുന്നുണ്ട്. ഈ യാത്ര ഞാൻ നടത്തിയത് 2021 ഒക്ടോബർ 22 തീയതിയായിരുന്നു. ഈ ഒക്ടോബർ 22 എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. എൻ്റെ വിവാഹ വാർഷികം കൂടിയായിരുന്നു അന്നത്തെ ദിവസം. നദിയുടെയുള്ള ഈ മനോഹരമായ ബോട്ട് യാത്രയ്ക്ക് ശേഷം ഞാൻ എത്തിയത് നഗരത്തിലൂടെ ഒരു ട്രാം യാത്ര ചെയ്ത ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ബഹിരാകാശ മ്യൂസിയങ്ങളിൽ ഒന്നായ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് കോസ്മോനറ്റിക് എന്ന സ്ഥലത്തേക്കാണ്. റഷ്യയുടെ ബഹിരാകാശ ചരിത്രവും അതിൻ്റെ മഹത്തായ നേട്ടങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു അതുല്യ മ്യൂസിയമാണ് ഇത്. മ്യൂസിയത്തിൻ്റെ പുറത്തു തന്നെ ഉയർന്നു നിൽക്കുന്ന ഈ മനോഹര സ്മാരകം ബഹിരാകാശത്തേക്ക് ഉയർന്നു പോകുന്ന ഒരു റോക്കറ്റിനെ പ്രതിനിധീകരിക്കുന്നു. മനുഷ്യൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങളും ശാസ്ത്ര പുരോഗതിയും ഈ സ്മാരകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ചരിത്രം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. ഇവിടെ കാണാൻ കഴിയുന്ന പഴയ ഉപഗ്രഹങ്ങളുടെ മാതൃകകൾ, ബഹിരാകാശ യാത്രയ്ക്ക് ഉപയോഗിച്ച ഉപകരണങ്ങൾ, ബഹിരാകാശ യാത്രികർ ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവയാണ്. ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 അതിൻ്റെ മാതൃകയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1957 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ഈ ഉപഗ്രഹം മനുഷ്യരാശിയുടെ ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ചു. ഈ സന്ദർശനത്തിലുടനീളം ആദ്യം മുതൽ അവസാനം വരെ ഇതിൽ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങളുടെ ചരിത്രങ്ങളും വസ്തുതകളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ അറിവുള്ള ഒരു ഗൈഡ് നമ്മുടെ കൂടെ തന്നെ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് വിവരങ്ങളെല്ലാം പറഞ്ഞു തരുന്നുമുണ്ട്. അതിന് പിന്നാലെ മനുഷ്യനെ ആദ്യമായി ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ ചരിത്രപ്രസിദ്ധമായ യാത്രയും ഇവിടെ വിശദമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്.
1961 യൂറി ഗഗാറിയൻ നടത്തിയ യാത്ര മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഒരു വലിയ നേട്ടമായിരുന്നു. ബഹിരാകാശത്തിൽ ആദ്യമായി ദീർഘകാലം പ്രവർത്തിച്ച ബഹിരാകാശ സ്റ്റേഷനുകളെക്കുറിച്ചും ചന്ദ്രനെയും മറ്റു ഗ്രഹങ്ങളെയും കുറിച്ചുള്ള ഗവേഷണ വിവരങ്ങളും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ മ്യൂസിയത്തിലൂടെ നടക്കുമ്പോൾ മനുഷ്യൻ സ്വപ്നം കണ്ട ബഹിരാകാശ യാത്ര എങ്ങനെ യാഥാർത്ഥ്യമായി മാറിയെന്ന കഥ നമുക്ക് നേരിൽ കാണുന്ന അനുഭവം ലഭിക്കുന്നു. ശാസ്ത്രവും ചരിത്രവും ഒരുമിച്ചൊരുങ്ങുന്ന ഈ മ്യൂസിയത്തിൽ മോസ്കോ സന്ദർശിക്കുന്ന ഏതൊരു യാത്രക്കാരനും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു അമൂല്യമായ വസ്തുതയാണ്. ഈ മ്യൂസിയത്തിൽ കൂടി നടക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ അത്ഭുതകരമായ പുരോഗതിയും മനുഷ്യൻ്റെ സ്വപ്നങ്ങളും എത്ര ഉയരത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകും.